കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പെരുന്നാൾ തലേ ദിവസമായിട്ട് ഇന്ന് അപ്പോൾ ഞാൻ ട്രിങ്കറ്റ് ഡിഷ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ടാട്ടോ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ, നമ്മൾ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പറ്റുമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഏതാ നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിനൊരു ഇതൊന്നുമില്ല, എനിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയായിരിക്കും എന്ന് ആദ്യമായിട്ട് മണ്ണ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ്. ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വാർണിഷും പെയിൻറ് ഉണ്ടായിരുന്നില്ല ഗൈസ്, അതിൻ്റെ മുകളിൽ അങ്ങനെ അടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണാം ഗൈസ്. കണ്ടോ നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് ഇങ്ങനെ കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ വാർണിഷ് അടിച്ചതിന് ശേഷമാണ് ഞാനിത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വാട്ടർ കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. വാട്ടർ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് പോവും കേട്ടോ. നമ്മൾ ഫാബ്രിക് പെയിൻറ് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേ ഇങ്ങനെ ഒരുപാട് ജ്വല്ലറീസും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. നമ്മൾ ടേബിൾ ഡെക്കറിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ളൊരു സാധനം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ ഞാൻ നോക്കാം. അപ്പോൾ അതേ കണ്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ട്രിങ്കറ്റ് ഡിഷ് എന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ഭംഗിയുള്ളൊരു ട്രിങ്കറ്റ് ഡിഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.